ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർനാന്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വേണ്ടുള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട്. എന്നും പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാതെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 2 കപ്പ് മൈദയാണ്. അപ്പൊ നമുക്ക് അത് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഒക്കെ മതി ഇതിന്, ഒരുപാട് മധുരം വേണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അപ്പക്കാരം ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡ, അത് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉള്ളെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇതിന് പകരമായിട്ട്. പിന്നെ ഏകദേശം ഒരു 1/2 കപ്പിന്റെ അടുത്ത് എന്ന് വെച്ചാൽ 5 ടേബിൾ സ്പൂൺ ഉണ്ടാവും തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്, നോർമൽ തൈര് എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സാധാ വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആവണ വരെ കുഴച്ചെടുക്കുക. നമ്മൾ കുബൂസ് ഒക്കെ ഉണ്ടാക്കാനും അതുപോലെ പൊറോട്ട ഉണ്ടാക്കാനൊക്കെ കുഴക്കില്ലേ, അതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ മേലെയായിട്ട് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാൻ നോക്കുക. തീരെ പറ്റില്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. നല്ല സോഫ്റ്റ് ആയി കിട്ടും ഒരു 2 മണിക്കൂറൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനുശേഷം നമുക്കിനി ഇതിനെ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഏകദേശം ഞാനൊരു 9 എണ്ണമൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 9, 10 ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അത് ഓരോ വലുപ്പത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള നാനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാം ഇതേപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഇനി പരത്തി എടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് അങ്ങ് പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ ഇതിന് ചെറിയൊരു ഷേപ്പ് വ്യത്യാസം ഉണ്ട്. കാരണം കുറച്ച് നീളത്തിലാണ് ഇത് വേണ്ടത്, റൗണ്ട് ആയിട്ടല്ല. അപ്പൊ നമുക്കൊന്ന് നീളത്തിലൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ഷേപ്പിൽ വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഒരു നീളത്തിൽ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ കാണാൻ ഏകദേശം ആ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ഈ ബട്ടർ നാൻ കിട്ടുന്നത്. അപ്പോൾ ഞാനിത് ഒതന്റിക് ആയിട്ടുള്ള രീതിയിലൊന്നല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ എങ്ങനെ ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. പിന്നെ ഇതുപോലത്തെ എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് എന്നും കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധാ നോർമൽ ഫ്രൈ പാൻ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കാം, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഞാനിത് ഇതുപോലെ ഒന്ന് ഇരുമ്പിന്റെ ചട്ടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ബബിൾസ് വരും. അപ്പോൾ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഗ്യാസിൽ ചെയ്യുന്ന സമയത്ത് ചട്ടിയിൽ നിന്ന് തിരിച്ചിട്ട് ഫ്ലെയിമിലേക്ക് ഡയറക്റ്റ് കാണിച്ചിട്ട് ഇത് വേവിക്കുകയാണെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചർ കിട്ടും. പക്ഷെ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് 2 സൈഡും തിരിച്ചിട്ട് വേവുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ മേലെയായിട്ട് കുറച്ച് ബട്ടറിലും മല്ലിയില കട്ട് ചെയ്തിട്ടത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തേച്ച് കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, കാരണം എല്ലാവരുടെ കയ്യിലും ബട്ടർ ഉണ്ടാവണമെന്നില്ല. ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തത് ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. അപ്പൊ സാധാ ഫ്രൈ പാൻ ഉള്ളെങ്കിൽ അതിൽ ചെയ്താൽ മതി കേട്ടോ, കാരണം ഞാൻ പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി ഇരുമ്പിന്റെ ചട്ടിയിൽ ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ ഒന്ന് ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് പൊങ്ങി കിട്ടുമൊന്നുമില്ല, എന്നാൽ കുറച്ചൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബബിൾസ് വരും. അപ്പൊ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിന്റെ കൂടെ എന്തെങ്കിലും ബട്ടർ ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ പൊരിച്ചതോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല, എല്ലാത്തിന്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിന്റെ മേലെ കുറച്ച് ബട്ടർ ആക്കിയിട്ട് അതിനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എടുക്കാം. പിന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഈസ്റ്റ് വെച്ചിട്ടും ചെയ്യാം, പക്ഷെ ഈസ്റ്റിന്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പൊ ഇതാവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഈസ്റ്റ് വെച്ചിട്ടുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ജസ്റ്റ് ചോദിച്ചാൽ മതി, ഞാൻ എപ്പോഴേലായിട്ട് ഇടാം. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്, എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.